ഷാഫി പറമ്പലിനെ ഡിവൈഎഫ്ഐക്കാർ നേരിടാൻ തീരുമാനിക്കുന്ന സന്ദർഭവും അതിന് അവർ നൽകുന്ന കൗണ്ടറും അത് വേറെ തന്നെ ഒരു എപ്പിസോഡാണ്. പക്ഷേ അതിന് മുൻപുള്ള രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രിഡേറ്ററുമായി ബന്ധപ്പെട്ട ഇരപിടിയനുമായി ബന്ധപ്പെട്ട ആക്ഷേപമാണ്. അതിനാവട്ടെ നമ്മുടെ മുമ്പിൽ ആവശ്യമായ തെളിവുകളും വിവരങ്ങളും വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഇനിയും ചിലതൊക്കെ വരാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളെ അവർ തന്നെയാണ് നടപടിയെടുത്തത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോലീസ് നടപടിയെടുത്തതോ സർക്കാർ നടപടിയെടുത്തതൊന്നുമല്ല. അവർ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് തന്നെ കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ അവർ നടപടിയെടുത്ത് പുറത്താക്കിയവരാണ്. പുറത്താക്കുക വെച്ചാൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ. എന്ന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ചെയ്തു. അത് അവരെടുത്ത തീരുമാനമാണ്, അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെടുത്ത തീരുമാനമാണ്. ആ ബോധ്യത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. പുറത്തുനിന്ന് വന്ന പരാതികൾക്ക് പുറമെ അകത്തുനിന്നും അവർക്ക് പരാതികൾ കിട്ടിയിട്ടുണ്ട്. അവർക്ക് പുറത്തുനിന്നുള്ള പരാതികൾ മാത്രമായിരുന്നില്ല, അവർക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പല സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അകത്തു നിന്നുള്ള ആളുകൾ പരാതിക്കാരായി വന്നു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് പോലും ഇദ്ദേഹത്തെ സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പുകൾ വരുന്നു, അകത്ത് പരാതികൾ ഉയർന്നു വരുന്നു. കോൺഗ്രസിൽ തന്നെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ ഇദ്ദേഹം മാറി നിൽക്കേണ്ടതുണ്ടെന്ന് നിലപാട് സ്വീകരിക്കുന്നു. അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ അവർ മാറ്റി നിർത്തിയിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. അത് വേറെയും ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐ കൊണ്ടുവരുന്ന പ്രതിഷേധം എന്ന് പറയുന്നത് രണ്ടും രണ്ടാക്കി തന്നെയാണ് കാണേണ്ടത്. അത് രണ്ടിനെയും കൂടി ചേർത്ത് വെച്ച് കെട്ടി ഞങ്ങൾക്കൊരു പ്രത്യേക ആനുകൂല്യം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു, ഷാഫിക്ക് ഒരു പിന്തുണ കിട്ടിയിരിക്കുന്നു, അതിൻ്റെ കൂടെ രാഹുലിനെയും കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരത്തെ നമ്മൾ തുറന്നെതിർക്കുകയും കോൺഗ്രസിനെ അതിൽ എക്സ്പോസ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുമോ എന്ന ചോദ്യത്തിന്, ഇന്നിപ്പോൾ മാതൃഭൂമിക്കുള്ള ഇൻ്റർവ്യൂവിലാണ് പറയുന്നത്, വരുമോ എന്നുള്ള ചോദ്യത്തിന് KPC പ്രസിഡന്റ് പറയേണ്ടത് അത് എനിക്കറിയേണ്ട കാര്യമല്ല. കാരണം ഞങ്ങൾ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ സ്പീക്കർക്ക് കത്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഒരാൾ വരുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ കാര്യമല്ല. അപ്പോൾ വന്നാൽ വലിയ പ്രതിഷേധം ഉണ്ടാവില്ല ചോദിക്കും. പ്രതിഷേധം അദ്ദേഹം നേരിട്ടോട്ടെ എന്നല്ലേ കോൺഗ്രസ് പറയുന്നത്. ഞങ്ങളിൽപ്പെട്ട ആളല്ലോ, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞങ്ങളുടെ കമ്മിറ്റിയിലില്ല, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലുമില്ല. പക്ഷേ മുകേഷിന് വരാമെങ്കിൽ അദ്ദേഹത്തിനും വരാം എന്ന പ്രതിരോധം എന്തിനാണ് KPC പ്രസിഡന്റ് എടുക്കുന്നത്? അവിടെയാണ് ഇപ്പോഴും ചില സംശയങ്ങൾ, ചില ആനുകൂല്യങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കാമെന്നൊരു മൂഡിലാണോ കോൺഗ്രസ് നിൽക്കുന്നത് തോന്നുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണെന്നൊരു കുറിപ്പ് ഇതുവരെ KPCC പുറത്തിറക്കിയിട്ടില്ല. KPC പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹത്തെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നുള്ള വാചകം പറഞ്ഞതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ പാർട്ടിയുടെ അടിസ്ഥാന ചുമതലകളിൽ നിന്നും അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കുറിപ്പ് വന്നിട്ടില്ല. ആ കുറിപ്പ് വന്നാൽ പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് രേഖപ്പെടുത്തുകയും വേണമല്ലോ. അപ്പോൾ ആ കാരണം അഡ്മിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കണം. നമുക്കറിയാം, ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സർക്കാർ വേറെടുത്തേക്ക് നീക്കി. CPIയുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് അത് ചെയ്തത്. പൊതുസമ്മർദ്ദം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മാറ്റിയത് എന്തിനാണ് എന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതൊരു പണിഷ്മെൻ്റ് ആണോ, എന്തെങ്കിലും കാരണമുണ്ടോ, ഒന്നും രേഖപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്കിൽ ഒരു റെഡ് മാർക്ക് വരാത്ത കരുതൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പൊതുസമൂഹത്തിന് മുമ്പിൽ അങ്ങനെ ഒരു കുറിപ്പ്, അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഇവർ വെച്ചിട്ടില്ല. അതിൻ്റെ പിന്നാലെയാണ് രാഹുൽ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ മുകേഷിന് വരാമെങ്കിൽ രാഹുലിനും വരാമെന്ന കവചം രാഹുലിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ഇതുവരെ എടുത്തുവെന്ന് അവകാശപ്പെടുന്ന ധാർമ്മിക നിലപാടിന് അവർ സ്വയം അള്ളു വയ്ക്കുന്നതിന് തുല്യമാണ്, പരിഹാസ്യമാണ്, അപഹാസ്യമാണ് ആ നിലപാട്. രണ്ടാമത്, ഇന്നലെ ഇപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തകളൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിങ്ങനെ ചടഞ്ഞിരിക്കാൻ പാടില്ല, അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകേണ്ടതുണ്ട്, അദ്ദേഹത്തെ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാക്കാൻ A ഗ്രൂപ്പിലെ ആളുകൾ യോഗം ചേരുന്നു എന്നാണ്. അതെങ്ങനെയാണ് A ഗ്രൂപ്പിലെ ആളുകൾ യോഗം ചേരുക? അദ്ദേഹം പാർട്ടിയിലില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ, പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് ചേരാത്ത ഒരാൾ, മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാട് സ്വീകരിച്ചു എന്ന് ആത്മവിശ്വാസം കൊള്ളുന്ന ആളുകൾ, അവരെങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സജീവമായിട്ട് ഇടപെടുക? രാഹുൽ മാങ്കൂട്ടത്തിൽ നീ വേണ്ട, അദ്ദേഹത്തിന് അടുത്ത തവണ സീറ്റും കൊടുക്കുന്നില്ല, ഈ വരുന്ന ഈ ചെറിയ 8-9 മാസക്കാലം എങ്ങനെയെങ്കിലും തള്ളി നീക്കി അദ്ദേഹത്തെ ഒഴിവാക്കും എന്നല്ലേ അവർ പറയേണ്ടത്. കാരണം അത് പറയാതെ അദ്ദേഹത്തിനെതിരെ ഒരു സംരക്ഷണ കവചം തീർക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇത്രയും കാലം ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം അവരാകപ്പാടെ ഒരു ബഹളം മൊത്തത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ സൈബർ വിങ് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ് ആക്രമിക്കപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആനുകൂല്യം രാഹുലിനാണ് കിട്ടാൻ പോകുന്നെങ്കിൽ ഇവർ തെളിച്ചു പറയണം. രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടുള്ള പരാതികൾ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല. ഷാഫി പോലും അത് സമ്മതിക്കുകയോ വിശ്വസിക്കുന്നെന്ന് പറയുകയോ അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയോ സങ്കടം പങ്കുവയ്ക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന ഈ നിലപാടും ഈ പൊസിഷനും ഇരട്ടത്താപ്പ് നിറഞ്ഞതാണ്. അതിനകത്ത് കള്ളത്തരമുണ്ട്. അല്ലെങ്കിൽ അവരിൽ വ്യക്തത വരുത്തണം. രാഹുലിനെ പൂർണ്ണമായും തള്ളിയോ? ഇപ്പോഴും രാഹുലിനെ പൂർണ്ണമായും തള്ളി വർത്തമാനം പറയാൻ ഇവരാരും തയ്യാറല്ല. അതിന് രണ്ട് കാരണങ്ങൾ കാണും. ഒന്ന്, രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക, തള്ളി പറയുക, വീണ്ടും അതേ വിഷയം ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ കാരണമാവുകയും സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അടിയിൽ പോവുകയും ചെയ്യുന്നതൊക്കെ കണക്കൂട്ടുന്നുണ്ടാവാം. പക്ഷേ വ്യക്തതയുള്ള വാചകങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും പ്രതിഷേധങ്ങൾ പലയിടത്തും, അല്ലെങ്കിൽ ഈ പറയുന്ന അവ്യക്തതകൾ പലയിടത്തും ഉയർന്നു വരുന്നത്. തള്ളുകയാണെങ്കിൽ പൂർണ്ണമായും തള്ളണം. അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി കഴിഞ്ഞു, ഇനി എന്താ പ്ലാൻ? അത് വിശദീകരിക്കണമല്ലോ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണ വിധേയമായ സസ്പെൻഷൻ ആയിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് എന്താണ്?
ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷണം നടത്തണം. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടോ? അന്വേഷണം നടത്തുന്നുണ്ടോ? പരാതിക്കാരെ കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കുന്നത് എന്താ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ സസ്പെൻഷൻ എത്ര കാലത്തേക്കാണ്? അത് എപ്പോഴാണ് തിരിച്ചു വരിക? അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാമാണ്? ഇത് വിശദീകരിക്കണ്ടേ? അപ്പോൾ ഒന്നും വിശദീകരിക്കാതെ അന്നത്തെ കണ്ണിൽ പൊടികൾ തന്ത്രമാണോ നടത്തിയതെന്ന കാര്യം കോൺഗ്രസ് വിശദീകരിക്കണം. ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐക്കാർ സമരം ചെയ്താൽ നേരിടും എന്നതിൻ്റെ കൂടെ രാഹുലിനെയും സംരക്ഷിക്കുമെന്നത് നൈസായി സ്മഗിൾ ചെയ്ത് കൊണ്ടുവരാൻ, കള്ളക്കടത്തിലൂടെ കൊണ്ടുവരാനാണ് പ്ലാനെങ്കിൽ ആ കോൺഗ്രസിനെ കേരളം തിരിച്ചറിയുകയും തുറന്നു കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. KPCC പ്രസിഡന്റ് ഇന്നത്തെ പ്രതികരണത്തിൽ രാഹുൽ വന്നാൽ എന്താ കുഴപ്പമെന്ന മറ്റുള്ള ചോദ്യം ചോദിക്കുമെങ്കിൽ ആ KPCC പ്രസിഡന്റിനോട് നമുക്ക് വലിയ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുകൂടി ഉത്തരം പറഞ്ഞിട്ട് അതിന് പോകാൻ കഴിയും.